ഹേ ബഡീസ്, വെൽക്കം ടു മൂവി മലയാളി. നമ്മൾ ഇന്ന് ഗസ് ഹൂ ഐ ആം എന്ന സീരീസിന്റെ എപ്പിസോഡ് 6 ആണ് കാണാൻ പോകുന്നത്. ജിയും അവന്റെ ഫ്രണ്ട്സും ആണെങ്കിൽ സോങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ അങ്ങോട്ട് വന്ന് ആ ഗ്ലാസ് തട്ടി തട്ടി തുറക്കാൻ പറയുന്നത്. ജി എന്നിട്ട് വാതിൽ പോയി തുറക്കുന്നു. നീ എന്തിനാ ഇവിടെ വന്നത്, എങ്ങനെ വന്നേന്നൊക്കെ അവനാണെങ്കിൽ ചോദിക്കുന്നു. അപ്പോഴേക്കും അവളാണെങ്കിലോ, എന്താ എന്നെ അകത്ത് കയറ്റി വിടുന്നില്ലേ, അവിടെ ആരാ നിൽക്കുന്നതെന്നൊക്കെ അവൾ എത്തി നോക്കുകയാണ്. അവൾ അകത്ത് കയറിയപ്പോഴേക്കുമാണെങ്കിൽ സിയും ജിയാങ്കും അവിടെ നിന്ന് പോകുന്നു. അവൾ എന്നിട്ട് ആ വീട് മൊത്തം ഇങ്ങനെ ചുറ്റി നടന്ന് നോക്കുകയാണ്. നമ്മുടെ ജിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ഉണ്ട്, ഇവളെന്തേലും കാണുമോ കണ്ടുപിടിക്കോ എന്നൊക്കെ പറഞ്ഞ് ഇവനിങ്ങനെ ടെൻഷൻ അടിച്ച് അവൻ്റെ ഉള്ളിലെ പുറകെ നടക്കുന്നുണ്ട്. എന്നിട്ട് സോങ് ആക്കട്ടെ, നീ എന്തിനാണ് വീചാറ്റിൽ എന്നെ അൺഫ്രണ്ട് ചെയ്തത്, എനിക്ക് നിനക്ക് മെസ്സേജ് അയക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഓ അതിനാണോ നീ വന്നത്, ഞാൻ വിചാരിച്ചു വേറെ എന്തോ ആണെന്ന്. അപ്പൊ തന്നെ അവൾ ചോദിക്കോ, വേറെന്താ നീ വിചാരിച്ചെന്നൊക്കെ ചോദിക്കുന്നു. ഒന്നുമില്ല, നീ ഇപ്പൊ തന്നെ വേണമെങ്കിൽ എന്റെ ഫ്രണ്ട് ആയിക്കോ, അത് കൈതട്ട് ഞാൻ അറിയാതെ ആക്കിയതാ, സോറി എന്നൊക്കെ പറഞ്ഞ് ഇവനാണെങ്കിൽ ഇങ്ങനെ പറയുന്നു. നമുക്കിത് കേൾക്കുമ്പോൾ ശരിക്കും ഇവര് കപ്പിൾസിനെ പോലെ ബിഹേവ് ചെയ്യുന്നതാണ് തോന്നുന്നത്. അത് ഇവന്റെ മിടുക്കാണോ ഇവളുടെ മിടുക്കാണോ എന്ന് നമുക്കറിയത്തില്ല. ഇവളുടെ പിണക്കം മാറാൻ വേണ്ടി നമ്മുടെ ജി ആകട്ടെ അവളെ പ്ലാനറ്റേറിയത്തിൽ കൊണ്ടുപോകുന്നു. അവിടെ എത്തി നമ്മുടെ ജിക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ. താൻ എന്തിനാണ് പിന്നെയും അവളെ വീചാറ്റിൽ ആഡാക്കിയതെന്നും ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നും അവന് ഒരു പിടിയില്ല. അവൻ അറിയില്ലല്ലോ അവളുടെ കണ്ണിൽ നോക്കി പ്രോസസ്സായിട്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ആകെ തല പെരുക്കി അവൻ നടക്കുകയാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ സോങ് ആണെങ്കിൽ ഓടി വന്ന് അവന്റെ കൈ പിടിക്കുന്നു. എന്നിട്ട് പറയുന്നു, നമ്മളിപ്പോൾ കപ്പിൾസാണ്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വേണം പിടിച്ച് നടക്കാൻ, കണ്ടില്ലേ എല്ലാവരും ഇവിടെ അങ്ങനെ പിടിച്ച് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അപ്പത്തേക്കും നമ്മുടെ ജി ആകട്ടെ അവളുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ്. നമ്മുടെ സോങ് ഇത് പ്രതീക്ഷിച്ചതേ ഇല്ല, അവൾ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവരെന്നിട്ട് കുറെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്തെത്തുന്നു. ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഒരു പെണ്ണ് വന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങൾക്ക് വീചാറ്റ് ഉണ്ടെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്കൊരു ഹെയർ ബാൻഡ് കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെ സ്കാൻ ചെയ്ത് കിട്ടിയ ഹെയർ ബാൻഡ് ആണെങ്കിൽ നമ്മുടെ സോങ് ജിക്ക് വെച്ചു കൊടുക്കുന്നു. ആ തക്കത്തിനാണ് സോങ് ആണെങ്കിൽ ഇതും പറഞ്ഞ് അവന്റെ ഫോൺ വാങ്ങി ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഫോണും എടുത്തിട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് അഭിനയിക്കുന്നു. അപ്പത്തേക്കും നമ്മുടെ ചെറുക്കനാണെങ്കിൽ ബാക്കിൽ കൂടെ വന്നിട്ട് അവൾക്കൊരു ഹെയർ ബാൻഡ് വെച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾക്കാണെങ്കിൽ ആ ഡീറ്റെയിൽസ് എടുക്കാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞ് അവരാണെങ്കിൽ പിന്നെ മുന്നോട്ട് നടക്കുന്നു. ആ സമയത്ത് നമ്മുടെ ജി പറയുന്നു, ഞാൻ നിനക്ക് ഫോട്ടോ എടുത്തു തരാമെന്നും. അപ്പോൾ അവൾ പേടിക്കുന്നുണ്ട് ഇവൻ എന്തെങ്കിലും ഫോണിൽ ചെയ്യുമെന്ന്. പക്ഷെ അവൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അവനാണെങ്കിൽ ആത്മാർത്ഥമായി അവൾക്ക് ഫോട്ടോ എടുത്തു കൊടുക്കുന്നു. എന്നിട്ട് രണ്ടാളും കൂടി അവിടുത്തെ റൈഡിലൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കളിക്കുകയാണ്. അപ്പോൾ അതേ രണ്ട് പിള്ളേർ വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ആഹാ, ഈ ചേച്ചിയും ചേട്ടനും കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ഇത് നമ്മുടെ ജി കാണുന്നുണ്ട്. അവൻ ആ റൈഡ് തീർന്നപ്പോൾ തന്നെ അവിടെ നിന്ന് ഓടിപ്പോയി പിള്ളേരുടെ നിന്ന് ഫോട്ടോയും വാങ്ങിയിട്ട് സോങ്ങിനെ കാണിച്ചിട്ട് പറയുകയാണ്, ഇത് നമ്മൾ ഒരുമിച്ചുള്ള ആദ്യത്തെ പിക്കാണെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സോങ് ആണെങ്കിൽ നമ്മുടെ ജിയുടെ കയ്യിൽ ഒരു പൊള്ളിയ പാട് കാണുന്നു. ഇതെന്ത് പറ്റിയതാണെന്ന് അവൾ ചോദിക്കുമ്പോൾ അതിന് മറുപടിയായും പറയുന്നത്, അത് പണ്ടത്തെ ഒരു സംഭവമാണ്, ഇതുവരെ എൻ്റെ കയ്യിൽ നിന്ന് ആ പാട് പോവില്ല എന്നൊക്കെ പറയുന്നു. അപ്പം തന്നെ അവൾ ഓടിപ്പോയിട്ട് ഒരു ഗാലക്സിയുടെ സ്റ്റിക്കർ അവന് എടുത്തു കൊടുത്തിട്ട് പറയുന്നു, ഇത് എനിക്ക് കാണുമ്പോൾ ഒരു ഗാലക്സി ആയിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഇവിടെ ഒട്ടിക്കുക എന്ന് പറഞ്ഞിട്ട് ഒട്ടിച്ചെടുക്കുന്നു. നീ എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായി എടുക്കണമെന്നും പറഞ്ഞ് അവൾ അവനെ സമാധാനിപ്പിക്കുന്നു. ഇതും പറഞ്ഞ് അവർ രണ്ടുപേരും ഇങ്ങനെ അടുത്തേക്ക് വരികയാണ്. നമ്മുടെ പെണ്ണൊട്ട് മോശമൊന്നുമല്ല കേട്ടോ, അവളും അവനിൽ അട്രാക്റ്റ് ആയി. എന്നിട്ട് തന്നെ ഒരു കിസ് അടിക്കാനുള്ള ചാൻസ് അങ്ങ് വന്നപ്പോഴത്തേക്കും പെണ്ണാണെങ്കിൽ അവൻ്റെ കഴുത്തിൽ ആ മാല കണ്ട് അപ്പം തന്നെ ഡൈവേർട്ടായി പോകുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടി ആ ചമ്മൽ മാറാൻ വേണ്ടിയിട്ട് എങ്ങോട്ടെങ്കിലും പോവാമെന്ന് ഒരുമിച്ച് പറയുന്നു. അടുത്ത സീനിലായിട്ട് നോക്കുമ്പോൾ എന്നാ ഇവർ രണ്ടുപേരും ആണെങ്കിൽ ആ ഗാലക്സിയുടെ ആ സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ അവളാണെങ്കിൽ അവൻ്റെ ഫോൺ ചോദിക്കും. എന്നിട്ട് അതിലാണെങ്കിൽ വീചാറ്റിൽ സെറ്റിങ്സ് ഒക്കെ ഇവൾ മാറ്റി കപ്പിൾ അക്കൗണ്ട് ആക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ആവാറായിട്ട് വരുമ്പോഴത്തേക്ക് ഇവളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവൻ്റെ കയ്യിൽ അവൾ ഒട്ടിച്ചു കൊടുത്ത ആ ഗാലക്സിയുടെ സ്റ്റിക്കർ കാണും. അപ്പോൾ അവൾക്ക് ആകെ ഒരു കുറ്റബോധം വരും, ഞാൻ ചെയ്യുന്നത് തെറ്റല്ലേ, അങ്ങനെ ഒരു കുറ്റബോധം വന്നിട്ട് അവളാണെങ്കിൽ അത് മാറ്റിക്കളയും. എന്നിട്ട് തിരിച്ച് അവൻ്റെ കയ്യിൽ തന്നെ ആ ഫോൺ കൊടുക്കും. പിന്നീട് വീട്ടിലെത്തിയ സോങ്ങിനോട് കണ്ണാടി ചേർക്ക് നടന്നതെല്ലാം ചോദിക്കുന്നു. അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പത്തേക്ക് ഷെൻ വരുന്നു. എന്നിട്ട് അവൾ ഷെന്നിനോട് പറഞ്ഞു, നീ അന്ന് പറഞ്ഞതുപോലെ ആ ഫയർ ആക്സിഡന്റിൽ അവൻ ശരിക്കും ഉണ്ടായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം അവൻ്റെ കയ്യിൽ ഒരു പൊള്ളലേറ്റ പാടുണ്ട്, അതുകൊണ്ട് തന്നെ അവൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ആ അവൻ തന്നെ ആയിരിക്കും എന്ന് ഡൗട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഷെൻ ഉറപ്പിച്ച് പറയുന്നു, ഇല്ല അവനല്ല എന്ന്. നിനക്ക് ഇങ്ങനെയൊന്നും തോന്നേണ്ട ഒരു ആവശ്യമില്ല, അവൻ നമ്മുടെ ടാർഗറ്റാണ്, അതുകൊണ്ട് അവനെ അങ്ങനെ തന്നെ കണ്ടാൽ മതി, വേറെ ഒരു സിമ്പതിയെ അവനോട് തോന്നണ്ട എന്ന് അവൾ അവളോട് പറഞ്ഞു.
ഇതേ സമയം നമ്മുടെ ജി ആണെങ്കിൽ അങ്ങോട്ട് ആ ഹെയർ ബാൻഡ് ഒക്കെ ഇട്ടിട്ട് വരികയാണ്. നല്ല രസമായിട്ട് അവൻ അതിൽ നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. ഇത് കണ്ട ജിയാങ്കാകട്ടെ, ആഹാ ഡേറ്റിങ്ങിന് പോയ ആള് വന്നല്ലോ, ഇതെന്നാ തലയില് ഹെയർ ബാൻഡ് ഒക്കെ എന്നായി അവൻ. ഇവൻ പറയുന്നത് കേട്ടപ്പോഴാണ് ജിക്ക് കാര്യം മനസ്സിലായത്. താൻ ഇതുവരെ ആ ഹെയർ ബാൻഡ് ഊരിയില്ലാന്ന്. അപ്പൊ തന്നെ അവൻ അതെടുത്ത് ഊരി വെക്കുന്നു. അപ്പോഴേക്കും സി അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ജി ആണെങ്കിൽ അവന്റെ ഫോണ് അവൾക്ക് കൊടുത്തിട്ട് അവൾ എന്തൊക്കെ മാറ്റങ്ങൾ ഇതിൽ വരുത്തിയെന്ന് നോക്കുന്നു. അപ്പോഴാണ് അവർ കണ്ടെത്തുന്നത് ഇവൾ ആ അക്കൗണ്ട് കപ്പിൾ അക്കൗണ്ട് ആക്കിയിരിക്കുന്നതെന്ന്. കപ്പിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഇവൻ അതിൽ എന്ത് ചെയ്താലും ഇത് അവൾക്കും കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ സി ആണെങ്കിൽ ഇവന് വേണ്ടിയിട്ട് വേറൊരു ഫോണും കൊണ്ടുവന്ന് കൊടുക്കുന്നു. അതേസമയം നമ്മുടെ സോങ് ആകട്ടെ രാത്രി അവൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരുന്ന ആ ഹെയർ ബാൻഡ് എടുത്ത് തലയിൽ വെക്കുന്നു. എന്നിട്ട് അവൾ ഇങ്ങനെ അവനെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം അവിടെയാണെങ്കിലോ നമ്മുടെ ജി ആണെങ്കിൽ സോങ്ങിനെയോ ഓർത്തിരിക്കണോ. ജി ആകട്ടെ അവൾ ഒട്ടിച്ചെടുത്ത ആ ഗാലക്സിയുടെ സ്റ്റിക്കർ അതിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് അതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അല്ലേ പ്രണയമൊക്കെ ഇങ്ങനെ. രാവിലെ ആണെങ്കിൽ സോങ്ങിനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ണാടി ചെറുക്കനും ഷെന്നും കൂടി ഭയങ്കര ഒച്ചപ്പാടും ബഹളം. നീ എണീപ്പിക്കുക അവൾ ഇത്ര നേരം എണീറ്റില്ല, പോ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഭയങ്കരമായിട്ട് ജലജലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സൗണ്ട് കേട്ടിട്ട് നമ്മൾ സോങ് എണീറ്റ് വരികയാണ്. എന്താ രണ്ടും കൂടി ഇവിടെ കിടന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ചോദിക്കുന്നു. നീ ഇത്രയും ലേറ്റായിട്ട് എണീക്കാറില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ എണീപ്പിക്കാൻ നോക്കിയതാന്ന് ഷെന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് പിന്നെ നമ്മുടെ പെണ്ണാണെങ്കിൽ എനിക്ക് കുറച്ച് വർക്കിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അതാ ഞാൻ ഇന്നലെ ലേറ്റായിട്ട് കിടന്നേ, അങ്ങനെ ഇവൾ റീസൺ പറഞ്ഞു ഒഴിവാകുന്നു. പക്ഷെ ഇതൊന്നും അല്ല കേട്ടോ, ഇവൾക്കാണെങ്കിൽ തലയ്ക്ക് ശരിക്കും പെരുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവൾക്ക് ഉറക്കം പോലും വരാത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷെൻ പറയുകയാണ്, നിനക്ക് എന്തോ ഒരു മാറ്റമുണ്ട്, നീ ജീനാണെങ്കിൽ ശരിക്കും സ്നേഹിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നീ ഭയങ്കരമായിട്ട് സിമ്പതി അവനോട് കാണിക്കുന്നുണ്ട്. അവൻ നമ്മളെ ടാർഗറ്റാന്ന് പോലും നീ നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നീ ശരിക്കും വർക്ക് ചെയ്യണമെന്ന് അവളോട് പറയുന്നു. സോങ് ആണെങ്കിൽ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. പിന്നെ നമ്മുടെ ഷെൻ ഒരു പ്ലാൻ എടുക്കുകയാണ്. നീ ഇന്ന് അവനെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ലഞ്ച് കൊടുക്കണം, അതും നിന്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കണമെന്നും പറയുന്നു. എന്നിട്ട് 3 പേരും കൂടി ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. അയ്യോ മതി, ആ അടുക്കള പൂര പറമ്പ് പോലെയാക്കി 3 എണ്ണം കൂടി മൊത്തം കരിയുമൊക്കെ ആയി മുഖം മൊത്തം സീനായി 3 എണ്ണത്തിൻ്റെയും. എന്നിട്ട് എങ്ങനെയൊക്കെയോ ഫുഡ് ഉണ്ടാക്കിയിട്ട് അവളാണെങ്കിൽ ഓഫീസിലോട്ട് പോവുകയാണ്. എന്നിട്ട് സോങ് ആണെങ്കിൽ അവിടെ റിസപ്ഷനിലിരിക്കുന്ന ഒരു പെണ്ണിനോട് പോയി ചോദിക്കുന്നു, എനിക്ക് ഇങ്ങനെ ജീനെ കാണണം എന്നൊക്കെ. അപ്പോഴത്തേക്ക് ആ പെണ്ണാണെങ്കിലോ നമ്മുടെ സോങ്ങിൻ്റെയും ജീൻ്റെയും ഭയങ്കര ഫാനാണ്. കാരണം ഇവരുടെ കിസ്സറിക്കുന്ന സീനാണെങ്കിൽ മൊത്തം ഫ്ലാഷ് ആയതല്ലേ, അതുകൊണ്ട് തന്നെ ഭയങ്കര ഫാൻ ഗേളാണിത്. എന്നിട്ട് അവളാണെങ്കിൽ അങ്ങോട്ട് അവളെ കടത്തി വിടുന്നു. അപ്പോൾ ഇത്രയും നേരം ജോലി ഇല്ലാതെ ഇങ്ങനെ ചുമ്മാ കുത്തിയിരുന്ന് നമ്മുടെ ജി ആണെങ്കിൽ അവൾ വരുമ്പോൾ തന്നെ ഭയങ്കര ബിസി ആയിട്ട് കാണിക്കുന്ന പോലെ ഇങ്ങനെ ഓരോ ഡോക്യുമെൻ്റ് ഒക്കെ തുറന്ന് വെച്ച് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവൾ വന്നതും അവന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് എടുത്തു കൊടുക്കുന്നു. ഇവൻ അപ്പം തന്നെ അത് എടുത്ത് കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഇവള് കഴിക്കുന്നില്ല. ആദ്യത്തെ സ്പൂൺ തന്നെ വായി വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ്റെ എക്സ്പ്രഷനൊക്കെ മാറി. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഫുഡ് എത്രത്തോളം മോശമാണ്. എങ്ങനെയൊക്കെയോ അവൻ എന്നിട്ട് അത് മൊത്തം കഴിക്കുകയാണ്. എന്നിട്ട് വയറിലൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ദൈവമേ ലൂസ് മോഷൻ ആവാനാണോ? എന്നിട്ട് തന്നെ അവന് ഓടുവാണ്. ഒരു കോള് വന്നപ്പോഴത്തേക്കും രക്ഷപ്പെട്ട് അവൻ പോയ തക്കത്തിന് ഇവളാണെങ്കിൽ അവിടെയുള്ള സാധനങ്ങളൊക്കെ തപ്പി നോക്കുകയാണ്, എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന്. നോക്കുമ്പോൾ തന്നെ ഒരു ഡോക്യുമെന്റിലാണെങ്കിൽ അവൻ നാളെ എബ്രോഡ് പോകുന്നെന്ന് കാണിക്കുന്നു. അപ്പോഴാണ് അവൾക്ക് ആകെ കൺഫ്യൂഷൻ, എന്തിനാ അവൻ ഇങ്ങനെ പെട്ടെന്ന് പോകുന്നതെന്നൊക്കെ. എന്നിട്ട് അവളാണെങ്കിൽ ആ ടിക്കറ്റ് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ആരും കാണില്ല എന്നാണ് നമ്മുടെ പെണ്ണ് വിചാരിച്ചുകൊണ്ടിരിക്കണേ. ഇതേ സമയം ഈ സീൻ മൊത്തം നമ്മുടെ ജിയാങ്കും ജിയോ ആണെങ്കിൽ ക്യാമറയിലൂടെ കാണുന്നുണ്ട്. ഇത് കണ്ടതോടെ അവർക്ക് ശരിക്കും കൺഫേം ആയി ഇവള് ഏതോ ആൾക്ക് വേണ്ടിയിട്ട് ചാരപ്പണി ചെയ്യുകയാന്ന്. അതിനുശേഷം വീട്ടിൽ വരുന്ന സോങ്ങിനോട് കണ്ണാടി ചെറുക്കൻ ചോദിക്കുകയാണ്, അവൻ ആ ഫുഡൊക്കെ കഴിച്ചോന്ന്. അതിന് മറുപടി ആയിട്ട് അവൾ പറയുന്നതോ മൊത്തം കഴിച്ചു. ഇത് കേട്ട് ഷെന്നാകട്ടെ, അവനെ ഫുഡ് മൊത്തം കഴിച്ചോ? ഇതിന് നമുക്ക് മനസ്സിലാക്കാം അവന് നിന്നോട് ശരിക്കും സ്നേഹമാണ്, അതുകൊണ്ടല്ലേ അവൻ ആ ഭക്ഷണം കഴിച്ചത്. ഒരു മനുഷ്യൻ പോലും അത് കഴിക്കില്ല, എന്നിട്ടും അവൻ അത് കഴിച്ചില്ലേ എന്നൊക്കെ. ഇവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവൾക്കാണെങ്കിൽ ഒന്നും ചിരിക്കാനോ ഒന്നും പറ്റുന്നില്ല. അവൾ ആകെ അപ്സെറ്റാണ്. എന്നിട്ട് ഷെന്നാണെങ്കിൽ അവളോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും പോയിട്ട് ക്ലൂ കിട്ടിയോ എന്ന്. അവൾ എന്നിട്ട് ഫോൺ എടുത്തിട്ട് ആ ടിക്കറ്റിൻ്റെ ഫോട്ടോ നമ്മുടെ ഷെന്നിന് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അടുത്ത ഫോട്ടോ അവളിങ്ങനെ മാറ്റുമ്പോഴാണ് അവരന്ന് ആ റൈഡിൽ പോയിട്ട് കളിച്ച ഫോട്ടോ കാണുന്നത്. അത് കണ്ടപ്പോൾ അവൾക്ക് ആകെ ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ്. താൻ എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നുള്ളൊരു കുറ്റബോധം അവൾക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അവളാണെങ്കിൽ നമ്മുടെ ജീനെ വിളിക്കുകയാണ്, ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഇവരൊരു കോഫി ഹൗസിൽ കാണുന്നു. എന്നിട്ടാണെങ്കിൽ ഇവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, നാളെ നിനക്ക് എന്തെങ്കിലും പ്രോഗ്രാമോ എന്തെങ്കിലും ഉണ്ടോ, നീ ബിസി ആണോ എന്നൊക്കെ.
അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് നാളെ എയർപോർട്ടിൽ പോകണം, നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവരിങ്ങനെ ചോദിക്കുകയാണ് ശരിക്കും പോകണോ, അതിങ്ങനെ പോകണമെന്ന് നിർബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അവനിങ്ങനെ പറയുന്നുണ്ട് വർക്കിന് വേണ്ടിയിട്ടാണ്, എന്തായാലും പോകണം, ബിസിനസ് മീറ്റിംഗ് ആണെന്നൊക്കെ ഇങ്ങനെ അവൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെണ്ണിനാണെങ്കിൽ ആകെ സങ്കടം, എന്നിട്ട് അവളാണെങ്കിൽ ശരിക്കും വിഷമത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അടുത്ത സീനിലായി നമ്മളെ കാണിക്കുന്നത് ചെയർമാനും അങ്കിളും കൂടി ഇങ്ങനെ ഇരിക്കുന്നതാണ് ഓഫീസിൽ. അപ്പം അങ്ങോട്ടാണെങ്കിൽ ഒരാൾ ഫയലും കൊണ്ട് വന്നിട്ടാണെങ്കിൽ ജി നാളെ എബ്രോഡ് പോകുന്നുണ്ട്, പക്ഷെ അവൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാതും ഒരാൾക്ക് കൈമാറിയിരിക്കുന്നു, നമ്മുടെ പണം തട്ടിയെടുത്തിട്ടാണ് പോകുന്നതെന്നാണ് തോന്നുന്നതൊക്കെ നമ്മളെ ചെയർമാനോട് പറയുന്നു. ഇത് കേട്ട് ചെയർമാനാണെങ്കിലും ഒരു ഡൗട്ട് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അവനെ എയർപോർട്ടിൽ പോകുന്നത് തടയണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ 3 പേരും കൂടി അങ്ങോട്ട് പോവുകയാണ്. ഇതേ സമയം നമ്മുടെ ഹീറോയിൻ്റെ അവിടെയാണെങ്കിലോ നമ്മുടെ കണ്ണാടി ചെറുക്കൻ ഇങ്ങനെ കണ്ണൊക്കെ തിരുമ്മി ഇരിക്കുകയാണ്. അപ്പോൾ ദേണ്ട ഫ്രണ്ടിൽ ഇങ്ങനെ രാവിലെ തന്നെ റെഡി ആയിട്ട് നമ്മുടെ പെണ്ണിങ്ങനെ ഇരിക്കുകയാണ്. കണ്ണ് തുറന്നത് ഇവളെ കണ്ടവിടെ അവൻ പേടിക്കുകയാണ്. എന്നിട്ട് നീ എന്നെ കാണിക്കണം, നീ എന്തിനാ ഇവിടെ വന്നിരിക്കണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴവളാണെങ്കിൽ ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കണ്ണാടി ചെറുക്കനാകട്ടെ, ഞാനാണെങ്കിൽ ഇന്നലെ അവന് എബ്രോഡ് പോണ കാര്യമാണെങ്കിൽ അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് നമ്മുടെ സോങ് ആണെങ്കിൽ ആകെ കലിപ്പാവണം, നീ എന്തിനാ അങ്ങനെ പറയാൻ പോയത്, നമ്മൾ അങ്ങനെ ഒന്നും പറയേണ്ട, അവൻ നമ്മുടെ ടാർഗറ്റ് ഒന്നും അല്ല, അവൻ നമുക്കിങ്ങനെ ചതിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ അവൾ അവിടെ നിന്ന് പോകുന്നു. ഈ ടൈമിൽ തന്നെ ചെയർമാനും അങ്കിളും കൂടി അവൻ്റെ അടുത്തേക്ക് എത്തുകയാണ് എയർപോർട്ടിൽ. അപ്പോഴാണെങ്കിൽ അവൻ ഒരാളായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവനിങ്ങനെ ഞാൻ ഇവിടെ ബിസിനസ് പ്രപ്പോസലിന് വന്നാന്നൊക്കെ പറഞ്ഞിട്ട് വിശദമായിട്ട് അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയും അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. സോങ് ആണെങ്കിലോ അവിടെ എത്തുമ്പോഴത്തേക്കും കാണുന്നത് ആ ചെയർമാൻ ആണെങ്കിൽ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് അവരിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് അവൾക്ക് മനസ്സിലായി. എന്നിട്ട് അവർ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ജി ആണെങ്കിൽ ഇവിടെ കാണുകയാണ്. നീ പ്ലാൻ ചെയ്തതുപോലെ ഇവിടെ ഇല്ലേ നടക്കുന്നുണ്ടോ എന്ന് കണ്ടറിയാൻ വന്നതാണോ നീ? അപ്പോഴത്തേക്കും തന്നെ ഇവൻ്റെ ഈ സംസാരം കേട്ട് നമ്മുടെ സോങ്ങിനൊന്നും മനസ്സിലാവുന്നില്ല. എന്തിനാ നീ ഇങ്ങനെ ഇല്ലേ മിണ്ടാത്ത പോലെ നിൽക്കൊന്നും വേണ്ട, നിന്റെ ഉടായ്പൊക്കെ എനിക്കറിയാമെന്ന് അവൻ പറയുകയാണ്. ഇവളാണെങ്കിൽ ആകെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുകയാണ്. കാരണം ഇത്രയും നാളും ഇവൻ കാണിച്ചത് ശരിക്കുള്ള ഇഷ്ടമാണെന്ന് ഓർത്തിട്ടാണ് അവൾ ഇരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഇത് അറിയുമ്പോഴത്തേക്കും ഇവൾക്ക് എന്താ പറയണ്ടേന്ന് ഒന്നും ഇവൾക്ക് അറിയുന്നില്ല. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിന്നെ ആദ്യം വിശ്വസിച്ച് പോയതാണ്. പിന്നീട് നീ ഉടായ്പെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നിലുള്ള വിശ്വാസം എല്ലാം കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി പുറകെ വരരുതെന്ന് പറഞ്ഞിട്ട് അവൻ ഗുഡ് ബൈ പറഞ്ഞ് പോവുകയാണ്. ഇതേടെ സോങ് ആയിട്ട് നീ അന്ന് പ്ലാനറ്റേറിയത്തിൽ വെച്ച് എന്നോട് അത്രയും ക്ലോസ് ആയിട്ട് മിണ്ടിയതും എല്ലാം നിന്റെ അഭിനയമാണോ എന്ന് ചോദിക്കുകയാണ്. അതെ, അതൊക്കെ ഒരു അഭിനയം മാത്രമാണ്, ഞാൻ നിന്നോട് കാണിച്ച അട്രാക്ഷനും എല്ലാം അഭിനയം മാത്രമാണെന്ന് അവനിങ്ങനെ മുഖത്തടിച്ച പോലെ അവനോട് പറയുകയാണ്. നിന്നെക്കുറിച്ച് ഞാൻ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു, നീ ആർക്ക് വേണ്ടിയാണ് ഈ ചാരപ്പണി ചെയ്യുന്നതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നീ പുറകെ വരേണ്ട ആവശ്യമില്ല, ഒന്നും പറഞ്ഞ് എന്നെ മനസ്സ് മാറ്റാനും ഒന്നും നോക്കണ്ട, വരണ്ട എന്ന് പറഞ്ഞ് ഇത് നമ്മുടെ ലാസ്റ്റ് കൂടിക്കാഴ്ചയാണെന്ന് പറഞ്ഞു കൊണ്ടിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. ഇവളാണെങ്കിൽ ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാരണം അവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം എവിടേക്കോ എങ്ങനെയൊക്കെയോ അവൾ അവനെ ഇഷ്ടപ്പെട്ടു പോയി. ടാർഗറ്റായിട്ടാണ് ആദ്യം കണ്ടിരുന്നെങ്കിലും ഇപ്പോൾ ഭയങ്കര ഇഷ്ടത്തോടു കൂടിയാണ് അവൾ കാണുന്നത്. ഇനി അവർ കാണുമോ ഇല്ലയോ എന്നൊക്കെ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും അതുപോലെ തന്നെ നമ്മുടെ മൂവി മലയാളി എന്ന ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.